വെൽക്കം സായിറാം. ഞാൻ ഗൗരി ജയൻ. സായിറാം, നമ്മൾ എങ്ങനെയാണോ നമ്മൾ അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. അതായത് നമ്മളുടെ സ്വഭാവം, അതായത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ച് നമ്മൾ ഓരോരോന്നും നല്ല പ്രവൃത്തിയായാലും ശരി, നല്ല ദൈവിക കാര്യങ്ങളായാലും ശരി, നമ്മൾ ഓരോരോന്നും ചെയ്യണമെന്ന് വിചാരിക്കും. അതൊന്നും പറ്റാതെയാകും. അത് അങ്ങനെ മുടങ്ങിക്കിടക്കും. എങ്കിലും ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ കഷ്ടകാലങ്ങളും അതത് ടൈം വരുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു വയസ്സ്, ഒരു 50 വയസ്സിൻ്റെ മുകളിലൊക്കെ ആയി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഈ ദൈവിക രീതി, അതായത് അമ്പലത്തിൽ പോകുന്നതും തൊഴുതുന്നതും നാമം ജപിക്കുന്നതും ഭഗവാനെക്കുറിച്ച് പറയുന്നതും ഭഗവതിയെക്കുറിച്ച് പറയുന്നതും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതും ഇതൊക്കെയാണ് നമ്മൾക്ക് സന്തോഷം തരുന്നത്. ഇല്ലാതെ നമ്മൾ എൻജോയ് പറയുന്നത് ഉണ്ട്, പല രീതിക്കും ഉണ്ട്. അതായത് ബീച്ച്, മാളുകൾ, അവിടെ ഇവിടെ എന്നൊക്കെ അതും ഒരു എൻജോയാണ്. എങ്കിലും നമ്മൾ ഈ ആത്മീക രീതി എന്ന് പറയുന്നത് അത് വന്ന് നമ്മൾക്ക് ഒരുപാട് മനസ്സിന് സമാധാനം ഉണ്ടാകും. ഇത് ഈ പുറത്ത് പോയി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടാകും, ടയേർഡാകുന്നവരെ. പിന്നെ നമ്മൾക്ക് എപ്പോഴാണ് വീടെത്തുന്നതെന്ന് തോന്നിപ്പോകും. പക്ഷേ ഈ ആത്മീക ദൈവിക ആ പാതയിൽ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. ആ സന്തോഷം എപ്പോഴും നിലച്ചു നിൽക്കുന്ന സന്തോഷമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി. അതായത് സായിബാബയ്ക്ക് ഞങ്ങൾ ചെറിയ പൂജകൾ കഴിച്ചാലും ആ സായിബാബയ്ക്ക് ഒരുപാട് ശക്തിയാണ്. അതായത് ഒരുപാട് പേര് ഞങ്ങൾ നനച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു എന്ന് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ വ്യാഴാഴ്ച വന്ന ഒരു ചേച്ചി പറയുമായിരുന്നു, എനിക്ക് ഒരുപാട് വയറുവേദനയായിരുന്നു, ദേഹം ഫുള്ളും ഒരു വേദന, നടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിയാതെ ആയി. പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. രാത്രി ഒരു 12:30 1 മണി ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ വേദന വന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ബാബയുടെ ഭസ്മം ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് ഭഗവാനെ വിചാരിച്ച് കുടിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതും ശരിയായി എന്നൊക്കെ വന്നു ഇന്നലെ പറഞ്ഞു. അത് വളരെ സന്തോഷമുണ്ട്. അതേപോലെ പിന്നെ കുഞ്ഞുങ്ങൾ ഇല്ല പറഞ്ഞ് നേർന്നു ഞങ്ങൾക്ക് കിട്ടി. അന്ന് അതും ഒരു ചേച്ചി വന്ന് പറയുമായിരുന്നു, വീട് ഞാൻ കെട്ടി സാധിച്ചു തരണം എന്ന് ഭാവിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾക്ക് സാധിച്ചു. ഇങ്ങനെ ഒട്ടധികം പേര് ഓരോരുത്തരും ഓരോരോ വ്യാഴാഴ്ചകളിൽ വന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചെറിയ പൂജകൾ കഴിച്ചു നമ്മൾ ആ ഭഗവാനെ തൊഴുതുന്നുണ്ടെങ്കിലും ആ ഭഗവാൻ അത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിന് അത്ര ശക്തിയുണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഭഗവാൻ സന്തോഷത്തോടെയാണ് ഇതൊക്കെ ഏൽക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓം സായിറാം, ജയ സായിറാം. എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എങ്കിലും പിന്നെ നിങ്ങൾക്കൊക്കെ ബോറടിക്കും പറഞ്ഞിട്ടാണ് ഞാൻ നിർത്തുന്നത്. പിന്നെ ഇനി ഞാൻ ഓരോ വീഡിയോയിലും ഞാൻ ഈ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അത് സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ മഹാലക്ഷ്മി തങ്ങാനായിട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെയാണ് ഞാനിനി ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് നമ്മൾ സ്ത്രീകൾ എന്താണോ വീട്ടിൽ ചെയ്യരുത്, എന്ത് ചെയ്താൽ നല്ലത്, എന്ത് ചെയ്താൽ മോശം എന്നുള്ളതൊക്കെ ആയിരിക്കും ഞാനിനി അടുത്ത വീഡിയോയിലൊക്കെ പറയാൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കാണുക, ഒരു ലൈക്ക് തരിക. ചേച്ചിക്ക് അത്ര തന്നെ പറയാനുള്ളൂ. ഓം സായിറാം.